ഓക്കെ, നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീജനറേറ്റീവ് കേസും നോൺ ഡീജനറേറ്റീവ് കേസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോൺ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ സിസ്റ്റവും ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം സ്റ്റേറ്റുമാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് ദ നോൺ ഡീജനറേറ്റ്. നോൺ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ക്ലാസിക്കൽ സിസ്റ്റം. ക്ലാസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ക്ലാസിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ലോ. അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ദിസ് ഈസ് എ ക്ലാസിക്കൽ ലിമിറ്റ്. നമ്മൾ ക്ലാസിക്കൽ ലിമിറ്റിൽ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ടെമ്പറേച്ചർ ഈസ് ഹൈ, പാർട്ടിക്കിൾ ഡെൻസിറ്റി ഈസ് ലോ ആൻഡ് മാസ് വിച്ച് ഈസ് നോട്ട് ടു സ്മോൾ. ഇങ്ങനെ 3 കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ 2 കണ്ടീഷൻ, ടെമ്പറേച്ചർ വളരെ കൂടുതലും ഡെൻസിറ്റി വളരെ കുറവായിട്ടുള്ളൊരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം N/V ഈക്വൽ ടു എന്തായാലും ഇക്വേഷൻ N/V ഈക്വൽ ടു G ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് F3/2 സെറ്റ്. ഇതാണ് നമ്മളെ N/Vൻ്റെ ഇക്വേഷൻ നമ്പർ B. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഇക്വേഷൻ നമ്പർ B ആണിത്. N/V ഈക്വൽ ടു G ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് F3/2 സെഡ് എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ എഴുതാം? F3/2 സെഡ് ഈക്വൽ ടു ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ G N/V that is equal to N lambda cube divided by G, where N is equal to N/V. This is a particle density. Okay, ini density is very small, so N lambda cube divided by G is very small because N is very small. Density എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് N lambda cube divided by G എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് വെരി ലെസ് ദാൻ 1. അപ്പോൾ F3/2 സെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലെസ് ദാൻ 1. ഹൗ ക്യാൻ യു റിട്ടേൺ ആസ് F3/2 സെറ്റ്? It is a series of expansion. F3/2 z is equal to z minus z square divided by 2 3/2, or നമ്മൾ ജനറൽ ആയിട്ട് ഏതാണ് F ന്യൂ. അപ്പോൾ 2 ന്യൂ പ്ലസ് z ക്യൂബ് ഡിവൈഡ് ബൈ 3 ന്യൂ മൈനസ് എക്സെട്ര. സപ്പോസ് F3/2 സെഡിൻ്റെ വാല്യൂ വളരെ, അല്ലെങ്കിൽ F ന്യൂ സെഡിൻ്റെ വാല്യൂ വളരെ ദിസ് ഇസ് സീരീസ് ഓഫ് എക്സ്പെൻഷൻ. ഓക്കെ, ഇനി N lambda cube divided by G എന്ന് പറയുന്നത് വളരെ കുറവാണ്. N is very small. N സ്മോൾ ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലെസ് ദാൻ 1 ആയിരിക്കും അക്കോർഡിംഗ് ടു ദ ഡെൻസിറ്റി ഫംഗ്ഷൻ. നമ്മൾ മീൻ ഒക്യുപ്പേഷൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലെസ് ദാൻ 1 എന്ന് നമുക്കുള്ള കണ്ടീഷൻ എന്ത് ചെയ്യും എത്തും. യൂസിങ് ദിസ് റിസൾട്ട്, ഏതാണ് റിസൾട്ട്? N epsilon is equal to 1 divided by z raised to minus 1 e raised to beta epsilon എന്ന വാല്യൂ നമ്മൾ 0 ആക്കി എടുക്കുകയാണ്, 1 ആക്കി എടുക്കുകയാണ്, പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു z ഡിവൈഡ് ബൈ 1 പ്ലസ് z എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് ഇഫ് N ഈസ് വെരി സ്മോൾ z ഈസ് വെരി സ്മോൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. z ഈസ് വെരി സ്മോൾ ആണെങ്കിൽ F ന്യൂ z അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു z എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ N divided by V is equal to G divided by lambda cube into Z. കാരണം ന്യൂ ഫോർ എനി വാല്യൂ 3/2 ആവട്ടെ 5/2 ആവട്ടെ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Z ആയിരിക്കും. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ A നമുക്കറിയാം, പ്രഷർ P/kT is equal to എന്താണ് റിസൾട്ട്? P/kT is equal to G divided by lambda cube F5/2 z, that is equal to z. Okay, ini this is equation number small a, this is equation number small b. Then b divided by a ചെയ്തു നോക്കാം. b divided by a ചെയ്തു നോക്കാം. sorry a divided by b ചെയ്തു നോക്കാം. അപ്പോൾ p divided by kt all divided by N/V is equal to 1. കാരണം ഇത് രണ്ടും സിമിലർ ടേമാണ്. വി വിൽ ക്യാൻസൽ ടു ദിസ് വൺ. ദെൻ ഫ്രം ദിസ് p divided by kt is equal to N divided by V
that is PV divided by NKT. This is the relation for the ideal gas. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. നോൺ ഡീജനറേറ്റ് കേസ്, ഫ്രം ദിസ് വി ക്യാൻ ഗെറ്റ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് PV is equal to 3 NKT. From this U is equal to, how can you determine U? U is equal to 3 by 2 NKT F 5 by 2 Z divided by F 3 by 2 Z. Here F 5 by 2 is equal to Z and F 3 by 2 is equal to Z. So U is equal to 3 by 2 NKT. കാരണം F 5 by 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Z ആണ്, F 3 by 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Z ആണ്. അപ്പോൾ U is equal to 3 by 2 NKT and CV is equal to dou U divided by dou T, that is equal to 3 by 2 NK. This is the relation for the specific heat. Okay. അപ്പോൾ നമ്മൾ നോൺ ഡിജനറേറ്റ് കേസിൻ്റെ കേസിൽ പ്രഷർ നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് ഓൾഡ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇൻറ്റേർണൽ എനർജി നമുക്ക് കിട്ടി 3 by 2 NKT. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് കിട്ടി 3 by 2 NK. നൗ വി വാണ്ട് ടു ഫൈൻഡ് ദ ഹെൽമോൾട്ട്സ് എനർജി. എങ്ങനെയാണ് ഹെൽമോൾട്ട്സ് എനർജി കാണാം? S ഈക്വൽ ടു NKT ln ഓഫ് വികാസിറ്റി മൈനസ് F 5 by 2 Z divided by F 3 by 2 Z. Okay, here F 5 by 2 Z divided by F 3 by 2 Z divided by Z, it will be 1. ഇനി ln of Z ൻ്റെ വാല്യൂ ഒന്ന് കണ്ടെത്തിയാൽ മതി. സോ S equal to NKT ln of viscosity minus F 5 by 2 Z divided by F 3 by 2 Z. This is the relation for the Helmholtz energy. This is equal to 1. കാരണം F 5 by 2 വാല്യൂ എന്ന് പറയുന്നത് Z ആണ്, F 3 by 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Z ആണ്. It will be cancelled and 1. S equal to NKT ln of viscosity minus 1. Okay. ഇനി നമുക്കറിയാം F 3 by 2 Z എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി is equal to Z. That will be equal to n lambda q divided by G. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ റിലേഷൻ, അതായത് that is equal to, ഏതാണ് റിസൾട്ട്? ഫ്രം ദിസ് വൺ F 3 by 2 Z is equal to n lambda q divided by G. F 3 by 2 Z എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി is equal to Z. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ln ഓഫ് വികാസിറ്റി is equal to ln ഓഫ് n lambda cube divided by G എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എങ്ങനെ ഹെൽമോൾട്ട്സ് എനർജി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് A is equal to NKT ln ഓഫ് n lambda cube divided by G minus 1. This is the relation for the Helmholtz energy. Next we want to find the entropy. How can you determine entropy is equal to, what is the relation for the entropy? The relation for the entropy is equal to X is equal to NK 5 by 2 F 5 by 2 Z divided by F 3 by 2 Z minus ln of Z. Okay, അപ്പോൾ F 5 by 2 is equal to Z, F 3 by 2 is equal to Z, it will be cancelled, that is equal to 1. NK 5 by 2 minus ln of Z, Z is equal to n lambda cube divided by G. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ we can get x is equal to NK, relation ഒന്നുകൂടെ ഏതാണ്, F 5 by 2 Z divided by F 3 by 2 Z minus ln of Z, that is equal to, this value will be 1, NK 5 by 2 minus ln of n lambda cube divided by G. This is the relation for the entropy. S is equal to NK divided by, NK into 5 by 2 minus ln of n lambda cube divided by G. This relation for the entropy for the classical system. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടെത്തിയത് എന്താ വെച്ചാൽ ക്ലാസിക്കൽ സിസ്റ്റം ഫോർ എ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ, ഫോർ നമ്പർ ഓഫ് അല്ലെങ്കിൽ ആൻഡ് നമ്പർ ഓഫ് ഡെൻസിറ്റി ഇസ് വെരി ലോ. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത്രയും ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സെക്ഷൻ, അതായത് നോൺ ഡീജനറേറ്റ് കേസിൻ്റെ തന്നെ ചെറിയൊരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. കേസ് നമ്പർ 1 ആക്കി നമ്മൾ കൺസിഡർ ചെയ്യാണ്. If Z parameter
is small in comparison of unity. In comparison of unity, but not very small. Not very small. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ഫൈനൈറ്റ് ആയിരിക്കും. ലാർജാണ് ബട്ട് ഇൻഫിനിറ്റ് അല്ല, ഫൈനൈറ്റ് ആയിരിക്കും ബട്ട് ലാർജ് ആയിരിക്കും. ടെമ്പറേച്ചർ ഇസ് ലാർജ് ബട്ട് ഫൈനൈറ്റ്. ലാർജാണ് ബട്ട് ഫൈനൈറ്റും ആണ്, നോട്ട് ഇൻഫൈനൈറ്റ്. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്, പക്ഷെ പച്ച ചെറുതല്ല. അപ്പോൾ ഏകദേശം ഒന്നിൻ്റെ ആ റേഞ്ചിൽ മാക്സിമം ലെവൽ തന്നെയാണ്, പക്ഷെ മാക്സിമം അല്ല. ആ ഒരു കണ്ടീഷനിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിലേഷൻ എന്തായിരിക്കും, ആ സീരീസ് ഓഫ് എക്സ്പാൻഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്രോക്സിമേറ്റ്ലി സീക്വൽ ടു സെഡ് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ n ഡിവൈഡ് ബൈ വി സീക്വൽ ടു റിലേഷൻ എന്തായിരുന്നു, g ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എഫ് 3/2 സെഡ് എന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു g ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് സെഡ് മൈനസ് സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 3/2 പ്ലസ് സെഡ് ക്യൂബ് ഡിവൈഡ് ബൈ 3/2 മൈനസ് എക്സെട്ര. ഓക്കെ, that is equal to, from this z minus z square divided by 2. ഈ റിലേഷൻ നമ്മളൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ how can you get this one, എങ്ങനെ റിസൾട്ട് കിട്ടുക, ഫ്രം ദിസ് റിസൾട്ട് n by v is equal to this one. അങ്ങനെയാണെങ്കിൽ z മൈനസ് z സ്ക്വയർ ഡിവൈഡ് ബൈ 2^3/2 plus z cube divided by 3^3/2 minus etc is equal to n by v. ഈ റിസൾട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി, ദാറ്റ് ഈസ് ഈക്വൽ ടു n ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ സീരീസ് ഓഫ് എക്സ്പാൻഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് n ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടി. ഇനി നമ്മൾ ബോസ് സിസ്റ്റത്തിൽ കേസ് കൺസിഡർ ചെയ്ത പോലെ ഒരു ഇൻവെർട്ടിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഉദ്ദേശിച്ച വിരിയൽ കോയിഫിഷ്യൻ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനൊന്ന് ഇൻവെർട്ട് ചെയ്യാൻ പോകുന്നു. ഇൻവെർട്ട് ചെയ്യുമ്പോൾ ഈ സീരീസ് ഓഫ് എന്ന് പറയുന്നത് സെഡിൻ്റെ ടേംസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ആ സീരീസ് ഓഫ് എക്സ്പാൻഷൻ നമുക്ക് n ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജിയുടെ കേസിൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അതായത് നമ്മുടെ സീരീസ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇവിടെ സെഡിൻ്റെ ടേംസിലാണ്. ആ സെഡിൻ്റെ ടേംസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും, n ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജിയുടെ കേസിലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ റിസൾട്ട് വരുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എഫ് ന്യൂ സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എൽ ഈസ് ഈക്വൽ ടു 1 to infinity -1 raised to L minus 1 a L ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ ജി ന്യൂ ഓൾ റേസ് ടു L minus 1 എന്നുള്ള റിസൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും. വെർ ന്യൂ ഈക്വൽ ടു വി ബൈ എൻ. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടായിട്ടേക്ക് നമുക്ക് കിട്ടാം. ദിസ് ഈസ് ദ ഇൻവെർട്ടിംഗ് ഫങ്ഷൻ. സോറി, ദിസ് ഈസ് എൽ, നോട്ട് L minus 1, ദിസ് ഈസ് എൽ. ഇവിടെ L minus 1 വരാനുള്ള കാരണം എന്താണ്, ഓൾട്ടർനേറ്റീവായിട്ട് നെഗറ്റീവും പോസിറ്റീവും വരുന്നതുകൊണ്ടാണ്. അപ്പോൾ -1 raised to L minus 1. അപ്പോൾ ഫസ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ L ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ 1 - 1 0 പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. രണ്ടാമത്തെ 2 - 1 -1 ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് നെഗറ്റീവും പോസിറ്റീവായിട്ടാണ് ഇവിടെ വരുന്നത്. സോ ദിസ് ഈസ് ദ സീരീസ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ദ ഫെർമി ഡിറാക് ഫംഗ്ഷൻ ഇൻ ദ ടേംസ് ഓഫ് ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി വി ഓർ n ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി, where n is equal to mu is equal to 1/n. ഓക്കെ, അപ്പോൾ ഈ ടേമിൻ്റെ സീരീസ് ഓഫ് എക്സ്പാൻഷനായിട്ട് നമുക്ക് കിട്ടി. വേർ എൽ ഈസ് ദ വിരിയൽ കോയിഫിഷ്യൻ. ഈ കോയിഫിഷ്യൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സെയിം വാല്യൂ തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച്. സെയിം എന്താ പറയുക, കോയിഫിഷ്യൻ്റ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഫോർ എനി ന്യൂ 3/2 ആവട്ടെ 5/2 ആവട്ടെ, ഫോർ എനി ന്യൂ ദിസ് ഈസ് ദ ഫങ്ഷൻ സീരീസ് ഓഫ് എക്സ്പാൻഷൻ. ഏത് ന്യൂവിൻ്റെ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടും എന്തായിരിക്കും, ദിസ് ഈസ് സെയിം റിസൾട്ട്. ഈ ന്യൂ എന്ന് പറയുന്നത് എന്താണ്, 1/n ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇതിൻ്റെ ഓരോ കേസിലുള്ള പ്രഷർ എന്താ പറയുക, തെർമോഡൈനാമിക്സ് നമ്മൾ കാണാണ്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സിൻ്റെ റിസൾട്ടാണ്. ആദ്യത്തെ കേസ് നോൺ ഡീജനറേഷൻ ആണ്, ഈ കേസും നോൺ ഡീജനറേറ്റ് ആണ്.
ആദ്യത്തെ കേസിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 1 ആയിരുന്നു, അല്ലെങ്കിൽ സോറി മാക്സ് 1 അല്ല, ചെറിയൊരു വാല്യൂ. ഇതിൻ്റെ കേസിൽ ചെറുതല്ല ബട്ട് വലുതാണ്, പക്ഷേ 1 അല്ല. ആ ഒരു കേസാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ തെർമോഡൈനാമിക്സ് കാണാം. ഫസ്റ്റ് വി ഹാവ് ടു ഡിസ്കസിങ് പ്രഷർ. വി ഹാവ് P divided by KT is equal to G divided by lambda cube F 5/2 Z. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് അല്ലേ. ഇനി P divided by NKT is equal to G divided by lambda cube F 5/2 Z N divided by V. How can you write this one? N by V is equal to, നമുക്ക് നേരത്തെ കിട്ടിയ റിലേഷൻ ഉണ്ട്, N by V is equal to, okay this one, N divided by V is equal to, എങ്ങനെ എഴുതാം? Okay, N by V is equal to G divided by lambda cube F 3/2 Z. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓക്കെ ഈ വാല്യൂ വേണ്ട നമുക്ക്, നമുക്ക് ഈ രീതിയിൽ കാണാം. പി എൻ ബൈ വി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ പി വി ഡിവൈഡ് ബൈ എൻ കെ ടി സീക്വൽ ടു ജി ഡിവൈഡ് ബൈ ലാംഡ ക്യൂബ് എഫ് 5/2 സെറ്റ് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എഫ് 5/2 സെറ്റ് ഡിവൈഡഡ് ബൈ വി ബൈ എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക, ന്യൂ divided by lambda cube. That is equal to F 5/2 Z into G nu divided by lambda cube. That is equal to F 5/2 Z divided by lambda cube divided by G nu. Okay, this is the PV divided by KT. Sorry, NKT. ഇനി F 5/2 Z അത് നമ്മളൊരു സീരീസ് ഓഫ് എക്സ്പാൻഷനായിട്ട് നമ്മൾ എഴുതിയിരുന്നു. എഫ് 5/2 സെറ്റ് എന്ന് പറയുന്നത് സിഗ്മ എൽ സീക്വൽ ടു 1 to infinity മൈനസ് എൽ റെസ് ടു -1 എ എൽ ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി ന്യൂ ഓൾ റെസ് ടു എൽ. അപ്പോൾ വാല്യൂ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ എഫ് 5/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ പി വി ഡിവൈഡ് ബൈ എൻ കെ ടി സീക്വൽ ടു സിഗ്മ എൽ സീക്വൽ ടു 1 to infinity -1 റെസ് ടു എൽ -1 എ എൽ ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി ന്യൂ ഓൾ റെസ് ടു എൽ. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ എഫ് 5/2 സെറ്റ് ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി ന്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, പി വി ഡിവൈഡഡ് ബൈ എൻ കെ ടി സീക്വൽ ടു സിഗ്മ എൽ സീക്വൽ ടു 1 to infinity -1 റെസ് ടു എൽ -1 എ എൽ ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ ജി ന്യൂ ഓൾ റെസ് ടു എൽ -1. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ പ്രഷർ. അല്ലെങ്കിൽ ഈ റിസൾട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രഷർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ പ്രഷർ. Now we want to find the specific heat, that is equal to dou u divided by dou t, that is equal to dou by dou t of, how can you determine the energy, 3/2 PV. This is the relation for the internal energy, that is equal to dou by dou t of 3/2 PV. How can you write this one, PV? From this result, PV is equal to NKT of this condition. അപ്പോൾ NKT സിഗ്മ എൽ is equal to 1 to infinity -1 റെസ് ടു എൽ -1 എ എൽ ലാംഡ ക്യൂബ് ഡിവൈഡ് ബൈ ജി ന്യൂ ഓൾ റെസ് ടു എൽ -1. That is equal to, from this one, lambda is a temperature and air is a temperature. There are two terms, so we can use in the product rule and we get the final result for this specific heat is equal to 3/2 NK sigma L is equal to 1 to infinity -1 raised to L -1 5 minus 3L divided by 2 AL lambda cube divided by G nu all raised to L -1. This is the differential form of this function with respect to temperature.
Okay, we know the AL of the different values of L. For L is equal to 0, sorry, L is equal to 1, A1 is equal to 1. For L is equal to 2, A2, L is equal to 3, A3. And to know the values of the different values of the A, that is a real coefficient in the last section. So we can substitute this value, we get a series of expansion for the specific heat that is equal to 3 by 2 nk 1 minus 0.0884 lambda cube divided by g nu plus 0.0066 lambda cube divided by g nu all square minus etc. This is the relation for the specific heat when the parameter for the fugacity is not too small, but it is a small with the comparison of unity. So this is the relation for the specific heat. Okay, here from this we can analyze the specific heat of the gas. It is smaller than 3 by 2 nk because this is a minus. So this term will subtracting these two terms. So we can interpret that, we can analyze that the specific heat of the gas, it is very smaller than, it is a smaller than is limiting value is a classical value is a 3 by 2 nk. It is a limiting value of 3 by 2 nk. Finite temperature, specific heat of the gas smaller than its limiting value 3 by 2 nk. Okay, this is the two case in a non-degenerate case or classical case. First case we can analyze the at a very high temperature, it is infinite temperature, and second case it is not it is a large temperature but finite, not infinite, it is a finite temperature. We can analyze the thermodynamics of the different properties of the thermodynamic relation.